ഇതാണ് റാസ്ബെറി ജെല്ലി പുഡിങ്. ഈ റാസ്ബെറിൻ്റെ ജെല്ലി കണ്ട നല്ലോണം ബൗൺസ് ചെയ്യുന്നത്. ഇതിൻ്റെ ടോപ്പിൽ മാത്രമാണ് ഇത്രയും ബെറി ഉള്ളത്. അടിയിലേക്ക് ജസ്റ്റ് ജെല്ലി മാത്രമേ ഉള്ളൂ, ഈ ബെറീസ് ഇല്ല. ഇനി ഇതിൽ നിന്നൊരു സ്കൂപ്പ് എടുത്ത് ഞാൻ ഒരു ബൗളിനകത്തേക്ക് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. പിന്നെ ഈ റാസ്ബെറി പ്യൂർ ആയിട്ടുള്ള റാസ്ബെറിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ഒന്നുമില്ല റാസ്ബെറിയിൽ. പിന്നെ ജെല്ലിയിൽ പിന്നെ എന്തായാലും ചെറിയ ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും പുഡിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. അതിനകത്ത് നല്ലൊരു പീസ് ജെല്ലി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ല തിക്കായിട്ടുള്ള ക്രീം ഉണ്ട് കേട്ടോ. ഈ ക്രീം ഭയങ്കര തിക്കാണ്. ആ ക്രീം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഈ മധുരമൊന്നും ഇല്ലാണ്ട് നമുക്ക് ആ ക്രീം കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ക്രീമി ആൻഡ് റിച്ച് ആണ് സാധനം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഫ്രീസറിലല്ല. എന്നിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഈ സാധനം എടുക്കണം. എൻ്റെ പൊന്നൊക്കെ ഇടില സാധനമാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒട്ടും മധുരമില്ല, ക്രീം പോലും മധുരമില്ല കേട്ടോ. പക്ഷേ ഈ റാസ്ബെറീൻ്റെയും ജെല്ലിയിൽ കുറച്ച് മധുരമുണ്ട്, എന്നാൽ ഇത് ഓവർ സ്വീറ്റ് അല്ല. അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, കിടിലം എന്ന് പറയണം, കിടിലം. ഇതൊന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ് ശരിക്കും. ജെല്ലി ഇപ്പം നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ബെറീസ് മതി. ഇനിയിപ്പോൾ ബെറീസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് മതി കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് റാസ്ബെറി അത്ര ഫേവറേറ്റ് ഇല്ല, പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻ അടിപൊളിയാണ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു.